ഇപ്പോൾ നോക്കൂ നിൽക്കൂ, കാവ്യ മാധവനും മകളും അടക്കമുള്ള ആളുകൾ ദിലീപിനെ ഒന്ന് ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദിലീപിന്റെ സഹോദരിയെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദിലീപിന്റെ സഹോദരി, ദിലീപിന്റെ കുടുംബാംഗങ്ങൾ അവരൊക്കെ എത്തി ദിലീപിനെ ഇപ്പോൾ ആശ്ലേഷിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുവന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ പത്മസരോവരം വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടു. കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം 7 വർഷത്തെ വനവാസത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് എന്ന് പറയേണ്ടി വരും. കാരണം വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല സിനിമാ ജീവിതത്തിൽ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. ആഹാ, വീഡിയോന്റെ തുടക്കം തന്നെ ലഡു വിതരണം ചെയ്തിട്ടാണ്. ഞാനതാ വന്ന് കയറി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് ഞാനിരുന്ന് കുറച്ച് വീഡിയോസ് കണ്ടത്. അപ്പം ഞാൻ കരുതി ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടാക്കാം ബാക്കി ചായ കുടിയെന്ന് കരുതി വന്ന പാട് വാച്ച് പോലും വയ്ക്കാണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ലഡു വിതരണം ചെയ്യുന്നു, ആരാധകർക്ക് ലഡു വിതരണം ചെയ്യുന്നു, സ്നേഹം കൊണ്ട് പുളകിതയായി ആലിംഗനം ചെയ്യുന്ന കുടുംബാംഗങ്ങൾ. നല്ല കാഴ്ചയാണ്, ശരിക്കും നല്ല കാഴ്ചയാണ്. ശരി ആളുടെ ഭാഗത്തായിരുന്നെങ്കിൽ ആ ലഡു കഴിക്കാൻ ഞാനും പോയേനെ. പക്ഷെ ഇവിടെ ആ ലഡു കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ കാഴ്ചകളെ സന്തോഷത്തോടു കൂടി കാണാൻ പറ്റുന്നില്ല. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. കൊട്ടേഷൻ പ്രകാരമാണ് ഞാൻ ഭാവനേനെ കൊണ്ടുപോയേ എന്നുള്ള കാര്യം ഭാവനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു, അല്ലാണ്ടും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കൊട്ടേഷൻ കൊടുത്ത ആളെ ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കാണ്ട് ബാക്കിയുള്ള ആൾക്കാരെ ശിക്ഷിച്ചത് കൊണ്ട് എന്ത് നീതിയാണ് കിട്ടുന്നത്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം തന്നെ നമ്മുടെ ഒരു വക്കീൽ ചേട്ടൻ, നമ്മുടെ അതിജീവിതേനെ രതിജീവിത എന്ന് പറഞ്ഞ വക്കീൽ ചേട്ടൻ വീണ്ടും കുറേ പ്രസംഗിച്ചിട്ടുണ്ട്. അത് അയാളുടെ പ്രസംഗം കേട്ടിട്ടായിരിക്കാം നമുക്ക് വീഡിയോൻ്റെ ബാക്കി പോക്ക്. സോ ഇതിന് കൂടെ എൻ്റെ ലാസ്റ്റ് വീഡിയോന് ഒരുപാട് നല്ല റെസ്പോൺസുകൾ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ ഇടുമ്പോൾ പ്രതീക്ഷിച്ചത് കുറേ നെഗറ്റീവ് കമൻസ് ആണ്. എവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സ്ത്രീകളെ താഴ്ത്തി കെട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അതിൻ്റെ ഗ്രൂപ്പിൽ നിൽക്കാണ്ട് നമ്മൾ പറഞ്ഞ കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ അങ്ങ് ഷെയർ ചെയ്യാനും നിങ്ങളെല്ലാവരും ശ്രമിക്കാം. സോ അത് നമുക്ക് വക്കീൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലോട്ട് പോകാം. 8-ാം പ്രതിയെ മാത്രം ശിക്ഷിക്കണമെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെയാണല്ലോ മാധ്യമ വിചാരണ 7 കൊല്ലമായിട്ട് നടക്കുന്ന കേസാണിത്. മാധ്യമ വിചാരണ, അതായത് ഒരു 8-ാം പ്രതിയെ കണക്ട് ചെയ്യാൻ ഒരു സിംഗിൾ പേപ്പർ ഇല്ല, ഒരു സിംഗിൾ ഇൻസിഡന്റ് ഇല്ല. ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ടേ? ജഡ്ജി വിശ്വസിക്കണ്ട പോട്ടെ, ഒരു മനുഷ്യൻ വിശ്വസിക്കണ്ട, ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണ്ടേ? അത്തരം എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണിത് ദിലീപിനെതിരായി. ആദ്യത്തെ ഒരു കാര്യം, 8-ാം പ്രതിനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് ആണല്ലോ എല്ലാ മീഡിയക്കാരുടെയും പ്രശ്നം. നമ്മൾ ആ പ്രശ്നം ഉണ്ടാക്കും. കാരണം ജനപ്രിയ നടൻ എന്ന് പറഞ്ഞ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് എല്ലാവരുടെയും സ്നേഹവും ഇഷ്ടവും കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇമാതിരി പരിപാടി ഒരു പെണ്ണിൻ്റെ അഗെയിൻസ്റ്റ് നടക്കുമ്പോൾ ആൾക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെ മാധ്യമപ്രവർത്തകരും ബാക്കിയുള്ളവരും വിശ്വസിക്കും. പിന്നെ മനുഷ്യന്മാർ വിശ്വസിക്കില്ല എന്ന് പറയില്ല. കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള 1 ലക്ഷം പേരും അല്ല എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ടിട്ടുള്ള ആൾക്കാരും ഈ വീഡിയോ ചെയ്ത ഞാനും മനുഷ്യനാണ്. മനുഷ്യത്വമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഈ തെളിവുകളൊന്നും പോരാ എന്ന് തോന്നും. പിന്നെ സിംഗിൾ പെന്നി ഓഫ് എവിഡൻസ് ഇല്ല എന്ന് പറയുന്നു. ഇത് അനുഭവിച്ച പെണ്ണ് തന്നെ വളരെ ഓപ്പണപ്പായി വന്ന് പറയുകയാണ്, എൻ്റെ അടുത്ത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നും. ഇപ്പം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പെർട്ടിക്കുലർ വ്യക്തി മറ്റേയാളെ വിളിച്ച് പറയുന്ന കാര്യങ്ങളോ വീട്ടിൽ കൊണ്ടുവന്ന് കൈമാറ്റം ചെയ്തിട്ടുള്ള വീഡിയോയോ കാണിക്കാൻ പറ്റില്ല. കാരണം CCTV ഫുട്ടേജ് കൂടെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടില്ല കോടതിയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യാൻ. പക്ഷെ സാമാന്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തെളിവുകളോ കാര്യങ്ങളോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൂടെ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി കോടതിക്കും വേണം. അതില്ലാത്ത കോടതിക്ക് ഇത് തെളിവ് ഒന്നുമായിട്ട് തോന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറയും അതിജീവിത ഇങ്ങനെ ഒരു കഥ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി പറഞ്ഞതാണ്, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റേ ഉണ്ടായിട്ടില്ല, പൾസർ സുനി കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയും. അതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ ഇത് മൂട്ട് ചെയ്യുന്നത് സിനിമാ ലോബിയാണ്. അതിൽ പോലീസ് അവരുടെ ഒരു എന്താ പറയുക, ഒരു പപ്പറ്റായി മാറി എന്നുള്ളതാണ്. സിനിമാ ലോബിയുണ്ട്, അതുപോലെ തന്നെ എക്സ് വൈഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആലോചനകളുടെ പ്രകാരമായിട്ടാണ് എന്നാണ് ദിലീപിന്റെ കേസ്. നിങ്ങൾ ഈ പറയുന്ന സിനിമാ ലോബിക്ക് ദിലീപിന് അഗെയിൻസ്റ്റ് നിൽക്കേണ്ട ആവശ്യം എന്താ? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം.
ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്കറിയാൻ പോകുന്ന ഒരുപാട് സിനിമയിൽ അഭിനയിച്ച ആൾ ലാലേട്ടൻ ഉണ്ട്, മമ്മൂട്ടി ഉണ്ട്, സുരേഷ് ഗോപി ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജിൻ്റെ ഒക്കെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, കോടികൾ കൊണ്ടേ തിരിച്ചു കയറലുള്ളൂ. ഇവർക്കൊന്നും ഉള്ള അത്ര വലിയ പ്രീതിയൊന്നും ഈ ദിലീപ് ചേട്ടന് കിട്ടിയിട്ടില്ല. ആ ദിലീപ് ചേട്ടൻ്റെ അഗെയിൻസ്റ്റ് ഇത് കാണിക്കേണ്ട ആവശ്യം എന്താ? എന്നാൽ വല്ല ലാലേട്ടൻ്റെയും മമ്മൂട്ടീൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങ് കാണിച്ചാൽ പോരെ? അപ്പോൾ സിനിമാ ലോബീനെ ഇതിലോട്ട് പിടിച്ച് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ് വൈഫ് ഇനീഷ്യേറ്റീവ് എടുത്ത് നടന്നിട്ടുള്ളൊരു ഡിവോഴ്സാണിത്. അപ്പോൾ എക്സ് വൈഫിന് തന്നെ ഇത് വേണ്ടാന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഈ എക്സ് വൈഫ് എന്തിനാണ് ഇതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ആൻഡ് എക്സ് വൈഫ് പ്രശ്നം ഉണ്ടാക്കി എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എക്സ് വൈഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടു എന്നാൽ ദിലീപും A1-ഉമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടുള്ളത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ ഗൂഢാലോചനയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഇന്ത്യയില് മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒരു നിയമം ഇല്ലല്ലോ. ആയിക്കോട്ടെ, സന്തോഷം. ഇവർ 6 പേരും കൂടെ ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ തീരുമാനിക്കുകയാണ്, അതെ സിനിമ പോയി അങ്ങ് പിടിക്കാം, എന്നിട്ട് ഇതൊക്കെ ചെയ്യാം, എന്നിട്ട് ഇത് വീഡിയോ ഒക്കെ എടുക്കാം. എന്താ സന്തോഷം? എന്താ പൊട്ടന്മാരാ ഈ 6 ആള്? ഇമാരെയൊക്കെ എങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ പോയി പിടിക്കാൻ പറ്റുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇത് വളരെ പ്ലാൻഡ് പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. സെക്കൻഡ് തിങ്, ഇവർക്ക് വെറുതെ ഒന്നും പോയി ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഈ കള്ളത്തെ മറയ്ക്കാൻ നിങ്ങൾക്ക് ന്യായീകരിക്കാം, നിങ്ങൾക്ക് തെളിവുകൾ കാണിക്കാം. വക്കീൽ എന്ന് പറഞ്ഞാൽ വാദക്കാരാണല്ലോ, വാദിക്കാൻ കഴിവുള്ള ആൾക്കാരാണല്ലോ. ചെയ്യണോ? വാദിക്കണം. ആളൂരൊക്കെ കണ്ടിട്ടില്ലേ? സൗമ്യയുടെ അമ്മേൻ്റെ കരച്ചിലും ഒക്കെ കണ്ടിട്ട് നിന്ന ആളാണ് ആളൂർ എന്ന് പറയുന്നത്. എന്തായി ഇപ്പം? ആളൂർ എവിടെ പോയി? എന്താ പറയുന്നത്? കാണിക്കുക. എല്ലാത്തിനും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാം കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഈ ചേട്ടൻ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ എക്സ് വൈഫ് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് മഞ്ജു വാര്യർ ഈ ഒരു അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവരെല്ലാം ആക്ട്രസ്മാരാണ്, ഇവർക്കെല്ലാം ഡ്രൈവർമാരുണ്ട്. എല്ലാ ഡ്രൈവർമാരും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ആൻഡ് ഈ പെർട്ടിക്കുലർ വ്യക്തി കുറേ കാലമായി ഡ്രൈവറായി നിന്നിട്ടും ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ ഇന്നിങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിന് ബാക്കിൽ എന്തൊക്കെയോ ഒരു ഗൂഢാലോചനയുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഗൂഢാലോചനയ്ക്കുള്ള വ്യക്തിയെയും കൊണ്ടുവരണം. ഇതിൽ എന്ത് തെറ്റാണുള്ളത്? പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു കാര്യം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊട്ടേഷൻ കൊടുത്ത ടീമാണ് ഇതിൽ മെയിനായി കളിച്ചിട്ടുള്ളത്. അവരെ ഫ്രണ്ടിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് എങ്ങനെയാ തെറ്റാവുക? എന്തിനാ ഇത്ര അതിൽ പേടിക്കേണ്ട ആവശ്യം? ഇപ്പോൾ ഇത്രയും നേരം വക്കീൽ പറഞ്ഞതനുസരിച്ച് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാണ്ട് സ്വന്തം വീട്ടിൽ കടന്നുറങ്ങിയ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്തിനാ ഇതിലിപ്പോൾ പേടിക്കേണ്ട ആവശ്യം? ഈ മനുഷ്യൻ തന്നെ മീഡിയക്കാരോട് പറയുന്നൊരു സാധനം കേൾപ്പിച്ചു തരാം. കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി. ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളൂ. ദിലീപാണ് ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ മുന്നിൽ നിൽക്കുന്ന ആള് എന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടില്ല. എത്രയോ ആക്ടർമാരുണ്ട്. എന്തുകൊണ്ട് ദിലീപിനെ മാത്രം എല്ലാവരും ഫോക്കസ് ചെയ്തു? എന്തുകൊണ്ടിട്ട് ദിലീപിലോട്ട് ഡൗട്ട് പോയി? എന്തുകൊണ്ട് ദിലീപിനെ പറഞ്ഞു? ദിലീപിന്റെ സൈഡിൽ എന്തോ മിസ്റ്റേക്ക് ഇല്ലേ? ദിലീപ് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ കാര്യങ്ങളില്ലേ? തെറ്റിനെ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും സത്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കോടതിയുടെ മുമ്പിലും അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലും കബളിപ്പിക്കാനും പൈസ കൊണ്ട് കളിക്കാനും പറ്റും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു അവസാനം കർമ്മ എന്ന് പറയുന്ന ഒരു ലോകം മുകളിലുണ്ട്. അതിൻ്റെ മുകളിൽ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല, ഒരു കബളവും കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഇറങ്ങിക്കോളൂ, പോയിക്കോളൂ, സിനിമയിൽ കയറിക്കോളൂ, അഭിനയിച്ചോളൂ, റീച്ച് ഉണ്ടായിക്കോളൂ, അതുവഴി കോടികൾ ഉണ്ടായിക്കോളൂ. പക്ഷെ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട്. ഞാൻ ഇതിനു മുമ്പ് ദിലീപ് പല പ്രോഗ്രാമുകളിൽ പോകുന്ന സമയത്തുണ്ടായിരുന്ന ദിലീപിൻ്റെ ഫേസും ഇപ്പോൾ ദിലീപ് പോകുന്ന പല പ്രോഗ്രാമുകളിലുള്ള ദിലീപിൻ്റെ ഫേസും കണ്ടാൽ തന്നെ അറിയാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആയേ പറ്റൂ.
കാരണം ഒരു പെൺകുട്ടിയുടെ ഒരു അച്ഛനാണ്, ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്, മാരീഡ് ആയിട്ടുള്ള ഒരാളാണ്, ഇനിയും ഈ ലോകത്ത് ജീവിക്കേണ്ട വ്യക്തിയാണ്, നമുക്കിങ്ങനെ ആയേ പറ്റൂ. ആ സൈഡ് നോക്കുന്നതിന് മുമ്പ് ഓപ്പോസിറ്റുള്ള ആ അതിജീവിതയുടെ സൈഡും കൂടെ നിങ്ങൾക്കൊന്ന് നോക്കാൻ പറ്റണം എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. നോക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും 1% പോലും മനുഷ്യപ്പെട്ടില്ല. അപ്പം നമ്മളിനി അതിലോട്ട് പോകണ്ട. ഇനി നമ്മുടെ കുറേ ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രമ്യ നമ്പീശൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതേ സെയിം പോസ്റ്റ് അല്ലെ ഇതേ വിഷയത്തെ റിയാക്ട് ചെയ്തിട്ട് രഞ്ജിമാർ വന്നിട്ടുണ്ട്. ആൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർവതി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടോട്ട് നടക്കട്ടെ. നിങ്ങളുടെ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയും ബാക്കിയുള്ള ആൾക്കാരും എന്തായാലും ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം എന്നൊരഭിപ്രായം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ MLA ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെസ്പോണ്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളിലോട്ട് പോകാം. ഈ വിധി നിരാശയാണ്. ഇത് അതിജീവിതയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സർക്കാരിന് സാധിച്ചില്ല. ഭരണകൂടത്തിന്റെ കൃത്യമായ വീഴ്ച ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇപ്പൊ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വിധി, കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്, ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്, ആരാണ് ഇവരെ പറഞ്ഞയച്ചത്, അത് കണ്ടുപിടിക്കണ്ടേ. ഇത് ഇന്നയാളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല, ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത് മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്കും സാധിച്ചില്ല. 100%, 200% സത്യമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്ക് വേണ്ടി ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, വീഡിയോ ക്ലിപ്സ് ആർക്ക് ഷെയർ ചെയ്തു, ആര് കണ്ടു, എന്തുകൊണ്ട് കോടതി ഇതൊന്നും ചോദിച്ചില്ല? ചെയ്തത് ഇവരാണ്. ഓക്കെ, ചെയ്തത് ഇവരാണ്. കുറേ പേര് പറയുന്ന ന്യായങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയുന്നില്ല, അതവിടെ കിടക്കട്ടെ. ചെയ്തത് ഇവരാണ്. ആർക്ക്, എന്തിന് വേണ്ടിയിട്ട്? ഈ ഒരു ചോദ്യം എന്തുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല? ഇനി ഒന്ന് വിരട്ടി വിടാനാണെങ്കിലും അതിന് വിട്ടത് ശരിയാണോ? ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അതിൽ കൂടെ മനസ്സിലാക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കോളൂ. സാധാരണ ഒരു മനുഷ്യനാണ് ഞാൻ, സാധാരണ ഒരു മനുഷ്യൻ. എനിക്ക് വരെ ഈ കേസിൽ ഇങ്ങനെയൊക്കെ ചിന്ത പോയെങ്കിൽ, ഇങ്ങനെയൊക്കെ തോട്ട് പോയെങ്കിൽ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നെങ്കിൽ, ആ ഫ്രണ്ടിലിരുന്ന് ചുറ്റി കടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഈ ചോദ്യങ്ങളൊന്നും പോയില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേ? എൻ്റെ വീഡിയോ ആണെന്ന് നിങ്ങൾ പറയാം. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ, ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ, മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും എടുത്തിട്ടില്ല, തെളിവായി അതെങ്ങനെ തെളിവായിട്ട് എടുക്കുക? അത് തെളിവായി എടുത്തിട്ടുണ്ടെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കേണ്ടി വരും. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ നിൽക്കുന്നേ? കോടതി എഴുതുന്നതിനേക്കാളും പൈസയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോഴാണ്, അല്ലാണ്ട് എന്താ പറയണ്ടേ? 1ാം പ്രതി എന്ന് പറയുന്ന പൾസർ സുനി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അത് എടുത്തില്ല എന്ന്. നേരത്തെ വക്കീൽ എന്താ പറഞ്ഞത്? ഒരു വിറ്റ്നസ്സും ഇല്ലയെന്ന്. ഈ കത്ത് എവിടെ പോയി? ഇതെവിടെ പോയി? പിന്നെ കുറേ ടീമുകൾ മൊഴി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് പേടിച്ചിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും പുറത്താണോ എന്നറിയില്ല. കുറേ ടീമുകൾ മൊഴി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, മാറ്റിക്കുള്ളൂ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളൊന്ന് സ്വയം ഇരുന്ന് ആലോചിക്കുക, അത്രയേ പറയാനുള്ളൂ. ആൻഡ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ചിക്കു, ഫൈനൽ ഇതിൻ്റെ നിയമം എന്ന് പറയുന്ന കോടതിയാണ്. സത്യം, കോടതിയാണ്. ഇപ്പം ഞാനിനി എത്ര വീഡിയോ ഇരുന്ന് റിയാക്ട് ചെയ്താലും, എൻ്റെ വീഡിയോൻ്റെ താഴെ എത്ര കമൻസുകൾ വന്നാലും, എത്ര ആൾക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസും സ്റ്റോറി ഇട്ടാലും കോടതി ഒഴിവാക്കി കളഞ്ഞു. കോടതി വേണ്ട നീതി കൊടുക്കാണ്ട് വിട്ടു. ഇത്രയേ ഉള്ളൂ. ഈ കോടതിയും ഈ നിയമ സംവിധാനവും ഇതൊക്കെ വിശ്വസിക്കുന്ന നമ്മളാണ് ലോകമണ്ടന്മാർ.
അല്ലെങ്കിൽ കുറച്ച് പണം ഉണ്ടാവണമായിരുന്നു. അതെ, അപ്പീൽ പോകണമെന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് വകുപ്പ് മുഖ്യമന്ത്രിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, മറ്റ് DGPയെ സംസാരിച്ചു, മറ്റെല്ലാവരുമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിധിന്യായം വിശദമായിട്ട് പരിശോധിക്കും. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ഭാഗങ്ങളാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ട് അപ്പീൽ പോകണം എന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ചുള്ള പ്രാരംഭമായ നടപടികൾ തുടങ്ങാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സർക്കാർ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചാണ് നിന്നിട്ടുള്ളത്. അത് അവർക്കും പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നീതി ലഭിക്കുന്നതിന്, പൂർണ്ണമായ നീതി ലഭിക്കുന്നതിന്, ഒരു ഭാഗം നമുക്ക് ശരിയായ രൂപത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായ നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് സർക്കാർ കാണുന്നത്. അപ്പീൽ പോട്ടെ, ഫ്രണ്ടിലോട്ട് അപ്പീൽ പോട്ടെ, എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷേ അറിയില്ല, ഇതിന് മുകളിലോട്ട് പോയാലും അതിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിലും സീരിയസ്ലി എനിക്കൊരു ഹോപ്പില്ല. ഞാൻ ഈ കേസ് വരുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചൊരു സാധനം തന്നെയാണത്. ഒരു പോസ്റ്റ് വരട്ടെ എന്ന് കരുതി നിൽക്കുക. ഇന്നലെ പലരും ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ കരുതി ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം ഇന്നലെ പറയാനുള്ള സാധനം തന്നെയാണ് ഞാൻ ഇന്ന് പറയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അത് തന്നെ വരിക. ഇനി നാളെയാണെങ്കിലും മറ്റന്നാളാണെങ്കിലും ഇനി സുപ്രീം കോർട്ടിൽ വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതേ വിഷയങ്ങൾ തന്നെ പറയാനുള്ളൂ. കാരണം ഇവർക്കിതൊന്നും തെളിവല്ല. ഇവർക്ക് ദിലീപ് കുറ്റക്കാരനേ അല്ല. ഞങ്ങൾ 6 ആളെ ശിക്ഷിക്കേണ്ട എന്നല്ല പറയുന്നത്, 7ാമത്തെയോ 8ാമത്തോനെയും ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്. തെറ്റ് ചെയ്തവനെയും ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതേ ഞങ്ങളോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ദിലീപാണ് എല്ലാം ചെയ്തതെന്നല്ല. അപ്പീൽ പോകണം, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകണം. ഇനിയും കൂറുമാറ്റങ്ങൾ ഉണ്ടാവാം. കൂറുമാറ്റാത്ത വണ്ടാടിയിൽ വളർന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഈ അതിജീവിതയുടെ കൂടെ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ മേ ബി പലർക്കും തോന്നാം ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രത്തോളം സംസാരിക്കുന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഐ എം എ ഗേൾ. ഐ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു പെൺകുട്ടിയാണ്. എനിക്കിതിൻ്റെ പെയിൻ ഭയങ്കര മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിലാവും. പല സിറ്റുവേഷനിലും ഈ കേസിൻ്റെ പലതും വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ട്, ഞാൻ ആ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഹൗ ക്യാൻ ഐ, എങ്ങനെ ഞാൻ തിരിച്ചു വരുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറേ പുരുഷന്മാർ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ ഈ പെർട്ടിക്കുലർ അതിജീവിത ഇതൊക്കെ ഓവർകം ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. ബട്ട് ഷീ ഹാവ് ടു ആൻഡ് ഷീ ക്യാൻ ആൻഡ് ഷീ വിൽ. കാരണം കുറേ കഴുകന്മാരുടെ ഇതിൽ വീഴാനുള്ളതല്ല. കുറേ കഴുകന്മാരുടെ എന്തായാലും വേണ്ടാന്ന് വെച്ച് പോയി, ഒന്നിനെ കിട്ടി, അതുകൊണ്ട് അങ്ങ് പോയാൽ പോരെ. ആദ്യത്തിനെ കളഞ്ഞിട്ട് നോട്ട് സീയിങ് എനിത്തിങ്. അതൊക്കെയാണ്. പിന്നെ നമ്മുടെ മെയിൻ വക്കീൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് കേട്ടു നോക്കാം കേട്ടോ. ദിലീപിനെ പ്രതിയാക്കിയ ശേഷമല്ല ഉണ്ടാക്കുന്നത്. അത് അവർ 5 സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ആദ്യം ഒരു കേസും ഇല്ല. പിന്നെ ചില അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അമ്മയുണ്ട് ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യ നമ്പീശൻ, പിന്നെ ഫിയാൻസി, അവരുടെ എല്ലാം പോലീസ് രേഖപ്പെടുത്തിയ മൊഴി കോടതിയിലുണ്ട്. അമ്മയെ വിസ്തരിച്ചില്ല, രമ്യ നമ്പീശനെ വിസ്തരിച്ചു, മറ്റേയാളെ വിസ്തരിച്ചു. ആ മൊഴികളിലെല്ലാം ഇതൊക്കെ സിനിമയിലോ അല്ലാതെയോ ഒരു ശത്രുക്കളുമില്ലെന്ന് പറഞ്ഞേക്കുന്നത് അവരുടെ അറിവില്ല. പിന്നെ എങ്ങനെ ശത്രു വന്നു? പിന്നെ കൂറുമാറിയെന്ന് പറഞ്ഞാൽ കള്ളമൊഴി പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയൊന്നും സത്യമല്ലല്ലോ. ഒരു മൊഴി രേഖപ്പെടുത്താൻ കേസിന് ആവശ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തും, അത് സപ്പോർട്ട് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് മൊഴി മാറി പ്രോസിക്യൂഷൻ സാക്ഷിയിലുണ്ട്. ഈ ആദ്യ പിന്നെ ഈ വക്കീലുമാരെയൊക്കെ നമ്മളിരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം അവരുടെ പണി ഇതാണ്. എന്ത് തെറ്റും ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരെ ഇന്ന് പൈസ വാങ്ങുക, എന്നിട്ട് അവരെ രക്ഷിക്കുക. അപ്പോൾ അവിടെ ഇവർക്ക് ഇവരതായ രീതിയിലുള്ള ഒരു എത്തിക്സും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു മനുഷ്യപ്പെറ്റ് അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ എമ്പതി ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇവർക്കില്ല. ഇവർക്ക് മെയിനായിട്ട് എന്ത് ചെയ്തു വന്നാലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാദിച്ചങ്ങ് ആക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഈ കൈൻഡ് ഓഫ് റെസ്പോൺസ് മാത്രമേ കിട്ടൂ. ചെയ്യുന്ന പൈസയ്ക്കുള്ള പണി ചെയ്യുക. ഇപ്പോൾ ക്രിമിനൽ ലോയേഴ്സൊക്കെ ആണെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുക. വീണ്ടും ഇതിൻ്റെ ന്യൂസ് ഇങ്ങനെ ഫുൾ ടൈം കാണുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ച് പോവുകയാണ്. ലൈറ്റ് കുറച്ച് ഡിമ്മായി, കാരണം രാത്രി ആയിട്ടുണ്ട്. സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും കുറച്ച് ഡിമ്മായിട്ടുള്ളത്. കാരണം എത്രയൊക്കെ സംസാരിച്ചിട്ടും ഈ വിഷയത്തെപ്പറ്റി
പറഞ്ഞു തീരുന്നില്ല എന്നാണ്. കാരണം പല ന്യൂസ് ചാനലിലും പലരും പറയുന്ന കാര്യങ്ങളും ഈ ലഡു വിതരണമൊക്കെ കാണുന്ന സമയത്ത് അറിയാണ്ട് ഹേർട്ടായി പോവാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇന്നത്തെ ഈ ലീഗൽ സിസ്റ്റത്തെയാണ്. കാരണം ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ കോടതിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവിടെയൊന്നും ഒരു നീതി ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഈ കോടതിയോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിന് മര്യാദയ്ക്ക് നീതി ചെയ്തിട്ടുണ്ടോ? ഒന്നെങ്കിൽ ഒരു കേസ് വലിച്ചു നീട്ടാൻ പറ്റുന്ന അത്രയും കാലം വലിച്ചു നീട്ടി ഇത് തന്നെ 8 കൊല്ലമായി വലിച്ചു നീട്ടുക. അല്ലെങ്കിൽ ഒരു നാളെ പറയാം, മറ്റന്നാൾ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്താ പണി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എന്തൊരു സാധനം ഉണ്ടായാലും 7-8 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു തീരുമാനം വരിക. ഇനി ഇത് അടുത്തടുത്ത് പോയി തീരുമാനം വരുമ്പോഴേക്കും 10, 11, 15 കൊല്ലം കഴിയും. അവിടെ എവിടെയാണ് നീതി കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മുടെയൊക്കെ കോടതി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവമാണ്. ഞാൻ പറയുന്നത് റിലീജിയസ് ഫിഗർ അല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പവർ, അതാണ് നമ്മളുടെയൊക്കെ ഇനി അങ്ങോട്ടുള്ളൊരു കോടതി എന്ന് പറയുന്നത്. കാരണം ആ കോടതിയുടെ മുമ്പിൽ പല കേസുകളും അങ്ങ് ഇട്ട് കൊടുക്കുക, ആ കോടതി അങ്ങ് തീരുമാനമാക്കുന്നു കരുതുക. കാരണം അതിലും വലിയ കോടതി ഇനി വേറെ ഒന്നുമില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, പണത്തിൻ്റെ മുകളിൽ പരുന്തും മണക്കില്ല, പരുന്തും പറക്കില്ല. ഇനി പണവും പവറും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ വരെ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ വെച്ച് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ടിൽ ദെൻ ഇറ്റ്സ്